ഇപ്പോൾ PV അൻവർ 15,000-ൽ പരം വോട്ട് പിടിച്ച ഒരു തെരഞ്ഞെടുപ്പ്. PV അൻവർ കൂടുതലായി പിടിച്ചത് LDF-ന്റെ വോട്ടാണെന്ന് നമ്മളിപ്പോൾ കാണേണ്ടി വരും. നിലമ്പൂർ നഗരസഭയിൽ LDF-നുണ്ടായിട്ടുള്ള അപ്രതീക്ഷിതമായ തിരിച്ചടി ഭാഗമാവുകയാണ്. ആര്യാടൻ ഷൗക്കത്തും കെട്ടിപ്പിടിച്ച് ഉമ്മ വെക്കുകയാണ് അണികൾ. ആഘോഷത്തിനിടയിലേക്ക് സ്ഥാനാർത്ഥി കൂടി എത്തിച്ചേരുന്നു. ആവേശം അതിന്റെ ഏറ്റവും കൊടുമുടി കയറുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. UDF ക്യാമ്പ് അമിതമായ സന്തോഷത്തിലാണ്. അവരുടെ 10-22 ദിവസം നീണ്ട പണിക്ക് കൃത്യമായ കൂലി കിട്ടിയിരിക്കുന്നു എന്നുള്ളത് ഏറ്റവും കൂടുതൽ വ്യക്തമാവുകയാണ്. നിലമ്പൂരുകാരുടെ ബാപ്പുട്ടി, നിലമ്പൂരിന്റെ സ്വന്തം ബാപ്പുട്ടി ഇതാ നിലമ്പൂരിന്റെ അമരത്തേക്ക് എത്തുന്നു. നിലമ്പൂരത്തിന്റെ സുൽത്താന്റെ പാരമ്പര്യം, അതിന്റെ പിന്മുറക്കാരനായി ആര്യാടൻ ഷൗക്കത്ത് എത്തുകയാണ്. ആഘോഷങ്ങൾക്ക് നടുവിലേക്ക് എത്തുകയാണ്. വലിയ ആഘോഷാരവമാണ് ഇപ്പോൾ നിലമ്പൂർ പട്ടണത്തിൽ. യുവ നേതാക്കളുടെയും കോൺഗ്രസ് പ്രവർത്തകരുടെയും എല്ലാം നേതൃത്വത്തിൽ അവിടെ വലിയ ആഘോഷാരവം. ആ ആഘോഷാരവത്തിലേക്കാണ് ഇപ്പോൾ വിജയിയായി ആര്യാടൻ ഷൗക്കത്ത് ഇറങ്ങുന്നത്. ഭരണവിരുദ്ധ വികാരം പ്രകടമെന്ന് NK പ്രേമചന്ദ്രന്റെ പ്രതികരണം. മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെക്കണമെന്ന് രമേശ് ചെന്നിത്തല. ഇങ്ങനെയുള്ള അവകാശവാദങ്ങൾ, ഇങ്ങനെയുള്ള ആക്ഷേപങ്ങൾ, ഇങ്ങനെയുള്ള വിലയിരുത്തലുകളൊക്കെ വരും മണിക്കൂറുകളിൽ നമുക്ക് കേൾക്കാൻ കഴിയും. ഏറെക്കുറെ ത്രികോണ മത്സരം നടന്നിട്ടുണ്ട് നിലമ്പൂരിൽ എന്നത് വ്യക്തമാക്കുകയാണ്. 16,000-ഓളം വോട്ടുകൾ PV അൻവർ പിടിച്ചിരിക്കുന്നു. ഈ മണ്ഡല പുനർനിർണ്ണയം നടന്നതിന് ശേഷമുള്ള പുതിയ അതിർത്തികളോട് വന്നതിന് ശേഷമുള്ള ഏറ്റവും നല്ല ഭൂരിപക്ഷത്തിലേക്ക് എത്തുകയാണ്. മണ്ഡല പുനർനിർണയത്തിന് ശേഷം ഒരു ഫൈറ്റിംഗ് മണ്ഡലമായി നിലമ്പൂർ മാറിയിരുന്നു. ഇപ്പോൾ ആര്യാടൻ ഷൗക്കത്ത് 10,000-ന് മുകളിൽ വളരെ മികച്ച ഒരു വിജയം തന്നെ. അൻവറുമായി ബന്ധപ്പെട്ടൊരു പ്രതികരണം കെ മുരളീധരന്റെ ഭാഗത്ത് നിന്നുണ്ടായത്. അൻവർ സ്വയം പുറത്തു പോയതാണ്. അൻവർ വിഷയം പാർട്ടിയും മുന്നണിയും ഒന്നിച്ച് ചർച്ച ചെയ്യേണ്ട കാര്യമാണ്. കാര്യത്തിൽ കൂടുതൽ പ്രതികരണത്തിനില്ല എന്ന സ്വരത്തിലാണ്. അൻവർ സ്വയം പുറത്തു പോയതാണ്, ഞങ്ങൾ എടുക്കാൻ തയ്യാറായിരുന്നു. അൻവർ സ്വയം പുറത്തു പോയതാണ്. അൻവർ വിഷയം പാർട്ടിയും മുന്നണിയും ഒറ്റക്കെട്ടായി ചർച്ച ചെയ്ത് തീരുമാനമെടുക്കുമെന്നാണ് കെ മുരളീധരന്റെ പ്രതികരണം. സെക്രട്ടേറിയറ്റിലേക്ക് വിജയാഘോഷ പരിപാടി സംഘടിപ്പിക്കുന്നുണ്ട്. തിരുവനന്തപുരം DCCയും അതിന്റെ അറിയിപ്പും വരുന്നുണ്ട്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് വോട്ടെണ്ണൽ അവസാന ഘട്ടത്തോട് അടുക്കുകയാണ്. 11,220 വോട്ടുകളുടെ ലീഡ് നിലയാണ് ആര്യാടൻ ഷൗക്കത്തിന് ഉള്ളത്. 11,220. LDF ആകെ ഏതാണ്ട് 51,241 വോട്ടുകളാണ് നേടിയിരിക്കുന്നത്. UDFന് 62,000-ഓളം വോട്ടുകൾ, അതിന് മുകളിൽ വോട്ടുകളുണ്ട്. PV അൻവർ 15,000-ന് മുകളിൽ വോട്ടുകൾ സ്വന്തമാക്കിയിരിക്കുന്നു. BJP 6,700 വോട്ടുകൾ മാത്രമാണ്, കേവലം 6,700 വോട്ടുകൾ മാത്രം.